ഏതൊരു കേരള PSC എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ എയിം ചെയ്യേണ്ടത് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ജോലി ഉറപ്പിക്കാനാണ്. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാം ആണ് നിങ്ങളുടെ എയിമെങ്കിൽ മിനിമം എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം? കേരള PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം ട്രെൻഡുകളും സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസും കോമ്പറ്റീഷനും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് എക്സാം എങ്ങനെ വന്നാലും ഇത്ര മാർക്കെങ്കിലും ഞാൻ സ്കോർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ മുന്നിൽ വെച്ച് വേണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് അനലൈസ് ചെയ്തിരുന്നു. അതിൽ എത്രയാണ് കട്ട് ഓഫ് എന്നും ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക് എല്ലാം നമ്മൾ നോക്കിയതാണ്. വരാൻ പോകുന്ന എക്സാം എങ്ങനെയാണെങ്കിലും കട്ട് ഓഫ് എത്ര ഉയർന്നാലും മിനിമം 75+ മാർക്കെങ്കിലും നമ്മൾ ഉറപ്പുവരുത്തുക. ആ രീതിയിൽ വേണം നമ്മളുടെ പ്രിപ്പറേഷൻ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. കേൾക്കുമ്പോൾ ഈ മാർക്ക് വളരെ കൂടുതലാണെന്ന് തോന്നും, പക്ഷെ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന്റെ പാറ്റേണും റാങ്ക് ലിസ്റ്റിലുള്ള മാർക്കും നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു സേഫ് സ്കോർ എന്ന് നമുക്ക് പറയാനേ സാധിക്കുള്ളൂ. മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും എയിം ചെയ്യണം. കാരണം നമുക്ക് വേക്കൻസിയെക്കുറിച്ചോ ഫസ്റ്റ് അഡ്വൈസിൽ എത്ര റാങ്ക് വരെ പോകുന്നു നമുക്കൊന്നും അറിയില്ല. നമ്മൾ എയിം ചെയ്യേണ്ടത് എന്താണ്? കട്ട് ഓഫ് എത്ര കൂടിയാലും കോമ്പറ്റീഷൻ എത്ര ഉയർന്നാലും നമുക്ക് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ജോലി വേണം. അതിനുവേണ്ടി ഡേ 1 മുതൽ തന്നെ വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് വേണം. ഇലക്ട്രിക്കൽ സിലബസും മെക്കാനിക്കൽ സിലബസും ഫുള്ള് കവർ ചെയ്തുകൊണ്ട് വ്യക്തമായ ഓറിയന്റേഷനും സ്റ്റഡി പ്ലാനോട് കൂടി വേണം നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ പ്ലാൻ ചെയ്യാനായി. ഈ എക്സാമിന് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായി ഇലക്ട്രിക്കലിൻ്റെയും മെക്കാനിക്കലിൻ്റെയും സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, പ്രാക്ടീസ് ടെസ്റ്റുകൾ, സെലക്റ്റഡ് ടോപ്പിക്സിൻ്റെ ഷോർട്ട് നോട്ടുകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് സ്റ്റഡി പാക്കേജ് ആണ് സ്കോർ അക്കാഡമി നിങ്ങൾക്കായി ലോഞ്ച് ചെയ്യുന്നത്. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പ്രൈം ബാച്ച്. മറക്കണ്ട, ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ജോലി നേടാനായി നമ്മൾ ഈ ലെവൽ ഓഫ് പ്രിപ്പറേഷനും ഗോൾ സെറ്റിങ്ങും നിർബന്ധമായും നടത്തേണ്ടതാണ്. നമുക്ക് ക്ലാസ്സിൽ കാണാം.